എനിക്കാശ്രയം നീ മതി എന്നേശുവേ. Hallelujah. Praise the Lord. Glory to God. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം ഈ ഹോളിലായിരിക്കുന്ന ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന സകലരെയും അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളോട് കൂട്ടായിരിക്കട്ടെ, നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയരെ, കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാനാണ് ഇവിടെ ആയിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ പലർക്കും ഉണ്ടായ സംശയമാണ്, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? വാട്ട് വി വിൽ ഡു നൗ? ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? നിങ്ങൾ ചിന്തിക്കും, ഞങ്ങൾക്കൊന്നും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായില്ലല്ലോ. ചിന്തിക്കുന്നവർക്കാണ് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകും. കഴിഞ്ഞ നാളുകളിലെ നമ്മുടെ സന്ദേശം കേട്ട്, അതായത് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സന്ദേശം ഈ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞപ്പോൾ ജനം അത് കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ആ ദൈവിക പാതയിൽ ജീവിക്കണമെന്ന ആഗ്രഹമുള്ളവരുടെ ഉള്ളിൽ ഉദിച്ച ഒരു ചിന്തയാണ്, ഞങ്ങൾ ഇനി എന്നാ ചെയ്യും? അതായത് 2 Thessalonians chapter 2 verse 3. കർത്താവിന്റെ ദാസൻ ഷാജി ജോസഫ് എഴുതിയ പുസ്തകമല്ലാതെ, അത് സ്വർഗത്തിലെ ദൈവം തൻ്റെ അരുളപ്പാട് തൻ്റെ ദാസനായ വിശുദ്ധ പൗലോസിലൂടെ ഇതാ ജനത്തിന് ഇങ്ങനെ ഒരു ആങ്കലാപ്പ് ഉണ്ടായപ്പോൾ കൊടുത്ത സന്ദേശമാണ്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. നിങ്ങളെന്ന് പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ ചതിക്കരുത്. ആദ്യമേ, പഹലെ, ഒന്നാമത്, ഫസ്റ്റ്, FIRST, ഫസ്റ്റ്, ഒന്നാമത് വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഒന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവും നമ്മളുടെ, അതായത് സഭയുടെ കർത്താവിങ്കിലേക്കുള്ള എടുക്കപ്പെടൽ സംഭവിക്കൂ എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. എന്നാൽ ഈ കാലം അത്രയും പാരമ്പര്യ പഠിപ്പിക്കലിനനുസരിച്ച് ഇതാ ഞങ്ങളെല്ലാം ബൈബിൾ കോളേജിലും എല്ലാം പഠിച്ചത് അങ്ങനെയൊന്നുമല്ല. സഭ ഇവിടുന്ന് പോയതിനു ശേഷം മാത്രമേ ആന്റി ക്രിസ്തു വെളിപ്പെടുകയുള്ളൂ എന്നാണ് പഠിപ്പിച്ചത്. എന്നാൽ ഒരു ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഇതിനെ പ്രൂവ് ചെയ്യാൻ ഒരു വാക്യം പോലും ഇല്ല. എന്നാൽ ഇതിനെതിരെയുള്ള വാക്യം ക്രിസ്റ്റൽ ക്ലിയറായി വിശുദ്ധ വേദപുസ്തകത്തിൽ കിടക്കുന്നു. അതാണ് നാം പ്രാരംഭമായി വാക്യം പ്രതി വാക്യമായിട്ട് വായിക്കുവാനായിട്ട് ഇടയായത്. നമുക്ക് അത് ഒന്നുകൂടെ വായിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് കടക്കാം. ഈ സംഭവം ഇതാ നമുക്ക് ഇത് വായിക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ, ഇന്നത്തെ ലെവലിലെ സുവിശേഷം കേട്ട മനുഷ്യന്റെ ഉള്ളിൽ ഒരു പരിഭ്രാന്തി ഉണ്ടാകും. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഇതിനെ ഞങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കും എന്നൊരു ചിന്ത ഉണ്ടാകും. ഒന്നുകൂടി നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കുമ്പോൾ, ആ 2 Thessalonians chapter 2 verse 1 അവിടെ എഴുതിയിരിക്കുകയാണ്, ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഇതിനൊരു ഇന്റർപ്രിറ്റേഷൻ വേണ്ട. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, അവന്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച്, സഭ അവന്റെ അടുക്കിലേക്ക് എടുക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, പൗലോസാണ്, പൗലോസിലൂടെയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇത് എഴുതുന്നത്. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ, എന്നോട് ആത്മാവ് പറഞ്ഞു, ആത്മാവ് പല ആത്മാവുണ്ട്, ഗ്ലോറി, ഹല്ലേലൂയ. മനുഷ്യാത്മാവുണ്ട്, പിശാചിന്റെ ആത്മാവുണ്ട്, ദൈവാത്മാവുണ്ട്. ഇതാ ദൈവാത്മാവ് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇതാ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾക്കൊരു വചനം കിട്ടി, ഒരു വെളിപ്പാട് കിട്ടി എന്ന
ലെവലിലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ ഒരു ലേഖനം പുതിയതായിട്ട് വന്നു, ആ ലേഖനത്തിൽ അങ്ങനെയാ, ആ ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിലിളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. പിന്നെ അത് എപ്പോഴാണ് സംഭവിക്കുക? അടുത്ത വാക്യം, അങ്ങനെ നിങ്ങൾ ഞെട്ടിയാൽ നിങ്ങൾ ചതിക്കപ്പെടുകയാണ്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ ഈ പുകളിൽ പറഞ്ഞ സംഭവം നടക്കണമെങ്കിൽ അതിനു മുമ്പേ ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടുകയും വേണം. വിശ്വാസത്യാഗം സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ വിശ്വാസത്തിലുള്ള അനേകർ അവര് പൊഴിഞ്ഞു പോകും. യഥാർത്ഥ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് മാരത്തോൺ ഓട്ടം പോലെയാണ്. ഓടാൻ തുടങ്ങുമ്പോൾ ധാരാളം പേരുണ്ടാകും. എന്നാൽ മാരത്തോൺ ഓടി പൂർത്തിയാക്കുന്നവരോ വളരെ കുറച്ച് പേരെ പൂർത്തിയാക്കുകയുള്ളൂ. ഇതേപോലെ വിളിക്കപ്പെട്ട അനേകരാണ്, പക്ഷെ അവസാനം ജയിക്കുന്നവർ, തിരഞ്ഞെടുക്കപ്പെടുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം ആരംഭിച്ചു എന്നുള്ളത് മാത്രമല്ല, അവസാനിപ്പിക്കുമോ എന്ന് അവനവൻ ശ്രദ്ധിച്ചു കൊള്ളണം. ദൈവവചനം പറയുന്നു ആരംഭത്തേക്കാൾ നല്ലത് അവസാനമാണ്. ഗ്ലോറി. സഭാപ്രസംഗം 7-ാം അധ്യായമാണ് പറയുന്നത് ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ നല്ലത് അവസാനമാണ്. എൻഗേജ്മെന്റ് നല്ലതാണ്, എന്നാൽ എൻഗേജ്മെന്റിനേക്കാൾ നല്ലതാണ് വിവാഹം. ഗ്ലോറി. ഡിഗ്രിക്ക് കയറി പഠിക്കാൻ തുടങ്ങുന്നത് നല്ലതാണ്, എന്നാൽ അതിനേക്കാൾ നല്ലതാണ് ഒരു സർട്ടിഫിക്കറ്റുമായി ഇതാ നാം ആ കോളേജിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത്. യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചത് നല്ലതാണ്, പക്ഷെ അതിനേക്കാൾ നല്ലതാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്. ആരംഭത്തേക്കാൾ നല്ലതാണ് അവസാനം. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇവിടെ പറയുകയാണ് ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അതിന്റെ അർത്ഥം സഭ ആന്റി ക്രൈസ്റ്റിനെ അഭിമുഖീകരിക്കണം, ആന്റി ക്രൈസ്റ്റിനെ ഫേസ് ചെയ്യണം. ഗ്ലോറി. ഇങ്ങനെ ഇതുവരെ ആന്റി ക്രൈസ്റ്റിനെ ഫേസ് ചെയ്യേണ്ട, അതിനു മുമ്പ് നമ്മൾ ഇവിടുന്ന് പോകും, നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകും എന്നുള്ള ചിന്തയിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം, ഇത് ഞാൻ പറയുന്നതല്ല, വിശുദ്ധ വേദപുസ്തകം പറയുകയാണ് അങ്ങനെയല്ല, അതിനു മുമ്പ് ആന്റി ക്രൈസ്റ്റിന്റെ ഭരണം വെളിപ്പെടും. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ഈ ആന്റി ക്രൈസ്റ്റിനെ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. കഴിഞ്ഞ നാളുകളിൽ ഈ സന്ദേശം ഇന്റർനെറ്റിലൂടെയും യൂട്യൂബിലൂടെയും പല വാട്സപ്പിലൂടെയും ഒക്കെ ജനങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് ഇടയായി. അത് വളരെ ഫാസ്റ്റായിട്ട് ആളുകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഈ സമയത്ത് ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ച സംശയം ചോദിക്കാനുള്ള വഴികളും വാതിലുകളും പലപ്പോഴും അത് തെറ്റായി വിനിയോഗിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇത് റൈറ്റായിട്ട് ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു ക്രമീകരണവും കൂടിയാണ് ഈ സന്ദേശം. അതായത് കഴിഞ്ഞ ജൂലൈയിലെ ഹയർ ലെവൽ കോൺഫറൻസ് എറണാകുളത്ത് നടന്ന ആ കോൺഫറൻസിൽ ധാരാളം ദൈവദാസന്മാരുണ്ടായിരുന്നു. ഇവരോടെല്ലാം ഓരോ സന്ദേശം കഴിഞ്ഞപ്പോഴും ഇതാ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ ഒരു ദൈവദാസൻ തെറ്റായിട്ട് ഇങ്ങനെ പറയുകയുണ്ടായി, നിങ്ങൾ ഈ കേട്ട കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് ഇന്റർവെൽ സമയത്ത് പരസ്പരം ഡിസ്കസ് ചെയ്യണം. ഉടനെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഈ പറഞ്ഞ കാര്യം ചെയ്യരുത്. നിങ്ങൾ ഇന്റർവെൽ സമയത്ത് ഇത് കേട്ട് എഴുതിയ കാര്യം പരസ്പരം ഡിസ്കസ് ചെയ്യരുത്. പകരം കാരണം തൊട്ടടുത്തിരിക്കുന്ന സഹോദരനല്ല ഇത് എഴുതിയത്, തൊട്ടടുത്തിരിക്കുന്ന സഹോദരിയല്ല ഇത് എഴുതിയത്, അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾ അവരോട് ഡിസ്കസ് ചെയ്താൽ നിങ്ങൾക്ക് ഉള്ള കിട്ടിയതും കൂടി പോകും. കാരണം അവർ മനുഷ്യന്റെ ചിന്തകളാണ് പറയുന്നത്. പകരം ഇതാ ഈ പറഞ്ഞത് വിശുദ്ധ വേദപുസ്തകത്തിലുള്ളതാ, ഇത് എഴുതിയ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്. മുട്ടിന്മേൽ നിൽക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, വിശുദ്ധ വേദപുസ്തകം തുറക്കുക, തുടർന്ന് ഈ വേദപുസ്തകം എഴുതിയ ദൈവത്തിന്റെ ആത്മാവോട് ഈ സന്ദേശം സ്വീകരിക്കുക. അവിടെ നിങ്ങൾ തെറ്റിപ്പോവുകയില്ല. എന്നാൽ ഇതാ ഈ നാളുകളിൽ ഈ സിസ്റ്റം മനസ്സിലാക്കാത്തത് കൊണ്ട് പരസ്പരം പലരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും, എസ്പെഷ്യലി നമ്മുടെ പുസ്തകത്തിന്റെ പുറകിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പലപ്പോഴും പര്യാപ്തമായിരിക്കുകയില്ല. കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, അല്ല എങ്കിൽ അതിൻ്റെ പുറകിലുള്ള ഇമെയിലിൽ ഇതാ നിങ്ങളുടെ ചോദ്യം ചോദിക്കുക. പലപ്പോഴും ഒരു അല്പം താമസിച്ചാണെങ്കിലും അങ്ങനെയുള്ളവർക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇതാ വേദപുസ്തകം ഒരു അതായത് ക്രിറ്റിസിസത്തിന് വേണ്ടിയല്ല, മനസ്സിലാക്കാൻ വേണ്ടി അയക്കുന്നവർക്ക് അതിനുള്ള മറുപടി കൊടുക്കാറുമുണ്ട്. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ
ഈ ശുശ്രൂഷ നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം ഇതാ ഒരു സഹോദരി എന്നെ വിളിക്കുകയും കൂടി ഉണ്ടായി. ഇതാ നിങ്ങളുടെ പ്രോഗ്രാം ഞങ്ങൾ നിരന്തരം വാച്ച് ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് മറ്റു മേഖലയിലെങ്ങും പോകുവാൻ നിവൃത്തിയില്ലെങ്കിലും ഈ പ്രോഗ്രാമിലൂടെ ഇതാ മനസാന്തരപ്പെട്ട് ഇതാ ആ ഒരു പാതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഇതാ എൻ്റെ മക്കളോട് എല്ലാം ഇത് ഞാൻ പറയുമ്പോൾ അവർക്ക് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയുന്നതേയില്ല, ഇതിനെ സ്വീകരിക്കുവാനായിട്ട് കഴിയുന്നതേയില്ല. കാരണം ഇന്നത്തെ ഈ ലോകത്തിന്റെ സുവിശേഷത്തിന്റെ നിലവാരം അനുസരിച്ച് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചാൽ അതോടുകൂടെ ഒരു പട്ടുമത്തെയാണ് എന്നുള്ള ഒരു ചിന്തയാണ് പലരുടെയും. എന്നാൽ കർത്താവ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതാ ഞാൻ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നിരിക്കുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇതൊന്നും നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടിയല്ല. എന്നാൽ ഈ ആളുകളുടെ സംശയം ഇതാ, ഞാൻ എങ്ങനെ ഈ വിഷയത്തെ ഓവർകം ചെയ്യും, എങ്ങനെ ആന്റി ക്രൈസ്റ്റിനെ അഭിമുഖീകരിക്കും, എങ്ങനെയാണ് ഈ വിഷയങ്ങളെ ഓവർകം ചെയ്യുന്നത്? എൻ്റെ മക്കളെ ഇനി ഞാൻ പഠിപ്പിക്കാൻ വിടണമോ, ഇതോ പഠിത്തം നിർത്തണമോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവരെ ഞാൻ ഇന്നതൊക്കെ ആക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുക, അതിലേക്ക് ഞാൻ ചിന്തിക്കണമോ? ഇതാ പല പല വിഷയങ്ങളുമായിട്ട് ഇതാ ആളുകളുടെ ഹൃദയം നിറയുക. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇങ്ങനെയുള്ള ചിന്തകൾ വരുവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് കർത്താവ് യേശു ആഗ്രഹിക്കുന്ന റൈറ്റ് വിഷൻ അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ആ റൈറ്റ് വിഷനിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ നമുക്കതിനെ പ്രോപ്പറായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് കഴിയും. അല്ലാതെ നിങ്ങൾ റോങ് ചാനലുകളിലാണ് അല്ലെങ്കിൽ റോങ് വ്യക്തിയോടാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരമായിരിക്കും. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതാ നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ സമാധാനവും നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷവുമാണ്. ഗ്ലോറി ആണല്ലോ എല്ലാ ജനവും ആഗ്രഹിക്കുന്ന അവസ്ഥ, ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷവും സമാധാനവും. പ്രിയ ദൈവത്തിന്റെ ജനമേ, എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നു അത് അങ്ങനെ ഉള്ളൊരു ക്രമീകരണമാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ബോഷന്മാരാണ്. ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് സന്തോഷം തന്നിട്ട് ഇതാ നിങ്ങളുടെ ജീവൻ മരിക്കുവാൻ നിശ്ചയിക്കപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങളുടെ ലൈഫ് മരിക്കുവാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങൾക്ക് അതിനെ നേടുവാൻ കഴിയത്തില്ല. നിങ്ങൾ അതിനെ തകർക്കുവാൻ വേണ്ടിയുള്ള ജഡ്ജ്മെന്റ് ഓൾറെഡി നിങ്ങൾക്ക് ലഭ്യമായി കിടക്കുകയാണ്. നിങ്ങൾ ആ വിധിയിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞും കൂടാ. അതുകൊണ്ട് നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ അതിശയിച്ചു നോക്കുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങളെയും എന്നെയും കൊല്ലുവാനുള്ള വിധി ആദം ഓൾറെഡി സമ്പാദിച്ചു കഴിഞ്ഞു. ഗ്ലോറി. അതുകൊണ്ട് ഇതാ നമ്മൾ ഈ ഭൂമിയിൽ ഇതാ നമ്മൾ മരണത്തിലേക്ക് ഓരോ നിമിഷവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് കർത്താവ് പറഞ്ഞതുപോലെ ഇതിൽ നിന്നൊരു മാറ്റം വേണമെങ്കിൽ നമ്മുടെ അകത്തൊരു മാനസാന്തരം ആവശ്യമാണ്. മാനസാന്തരപ്പെടാതെ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് സമാധാനം ഉണ്ടാകും, നിനക്ക് സന്തോഷം ഉണ്ടാകുമെന്ന് പറയുന്നത് കള്ളപ്രവാചകന്മാരാണ്. ദൈവത്തിന്റെ വചനം വിശുദ്ധ വേദപുസ്തകം ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും, ഇതാ യഥാർത്ഥ ദൈവത്തിൻ്റെതായ പ്രവാചകന്മാര് അവരും ഇതാ അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ഇതാ കർത്താവ് പറയാണ്, എന്നെ നിരസിക്കുന്നവരോട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. കർത്താവിനെ നിരസിക്കുന്നവരോട്, കർത്താവിന്റെ വഴികൾ നടക്കാതെ സ്വന്തം വഴികൾ നടക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. ജനം ഇത് കേൾക്കാനല്ലേ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും അരുളി ചെയ്യുന്നു. തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെ നിങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല എന്നവർ പറയുന്നു. ഇതാ നിങ്ങൾക്ക് ഒരു ദോഷവും വരത്തില്ല, അതൊക്കെ ചുമ്മാ പറഞ്ഞതാ, നിങ്ങൾക്ക് ഒരു ദോഷവും വരത്തില്ല ഇതാ എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ യേശു പറഞ്ഞതുപോലെ ഇതാ ദൈവത്തിന്റെ രാജ്യത്ത് സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ആദ്യം മാനസാന്തരപ്പെടുക. സ്വന്തം ഹൃദയത്തിലെ ആഗ്രഹപ്രകാരം നടക്കാതെ നീ പൂർണ്ണമായി സറണ്ടർ ചെയ്യുക, ദൈവത്തിന് കീഴടങ്ങുക. ദൈവ വഴികളിൽ നടക്കുക. ദൈവ വഴികളിൽ നടക്കുമ്പോഴും ഇതാ നിനക്ക് ഇവിടെ സ്വസ്ഥത ഉണ്ടാകത്തില്ല. ശ്രദ്ധിച്ചു കേൾക്കുക. പക്ഷേ നിന്നെ സ്വസ്ഥതയുള്ള ജലത്തിലേക്ക് നടത്തും. കാരണം ലോകത്തിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകില്ല, പക്ഷെ എന്റെ സമാധാനം ഞാൻ നിങ്ങളുടെ ഉള്ളിൽ തരുന്നു. ഗ്ലോറി. എന്റെ സമാധാനം ഞാൻ നിങ്ങളുടെ ഉള്ളിൽ തരുന്നു. ഇതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക്
നമ്മളെ നടത്തുന്നു. അതിന്റെ അർത്ഥം ഇപ്പോൾ അവിടെ എന്തില്ല? സ്വസ്ഥതയില്ല. പുറത്ത് ആ പ്രശ്നം, ആ വിഷയങ്ങൾ, മറ്റു വിഷയങ്ങൾ. ഇതാ ക്രിസ്തയേശുവിൽ ഭയഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. ദുഷ്ട മനുഷ്യര്, മായാവികളോ അടിക്കടി ദോഷത്തിന് മുതിർന്ന് വന്നുകൊണ്ടേ ഇരിക്കും. അപ്പൊ നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ക്രിസ്തയേശുവിൽ ഭയഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ്. ഗ്ലോറി, എല്ലാവർക്കും അല്ല. ഗ്ലോറി, എല്ലാവർക്കും ഇല്ല. ക്രിസ്തയേശുവിൽ ഭയഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും. ഗ്ലോറി, ആ കാറ്റഗറിയിലാണ് നിങ്ങളെങ്കിൽ വചനം പറയുന്നു നിങ്ങൾക്ക് നിശ്ചയമായ ഉപദ്രവം ഉണ്ടാകും. ദുഷ്ടമനുഷ്യര്, മായാവികളും അടിക്കടി ദോഷത്തിന് മുതിർന്ന് വന്നുകൊണ്ടേ ഇരിക്കും. പക്ഷേ നിങ്ങൾ പരാജയപ്പെടത്തില്ല. നിങ്ങളുടെ അകത്തുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. ഗ്ലോറി, നിങ്ങളുടെ അകത്തുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. നിങ്ങൾ അതിനെ ജയിക്കും. കാരണം ഈ യാത്ര എന്ന് പറയുന്ന ഒഴുക്കിനെതിരെയുള്ള യാത്രയാണ്. ഗ്ലോറി, ഒഴുക്കിനെതിരെയുള്ള യാത്രയാ വിശ്വാസത്തിന്റെ യാത്ര. ഒഴുക്കിനെതിരെ ഞാൻ കുത്തിയും തുഴഞ്ഞും ആത്മാവിൻ നദിയിൽ ഞാൻ വന്നിടുന്നേ. നാഥ നിൻ വാഗ്ദത്ത ദർശനം പ്രാപിപ്പാൻ രാജ്യത്ത് സുവിശേഷ അവകാശമാക്കുവാൻ ഒഴുക്കിനെതിരെ ഞാൻ കുത്തിയും തുഴഞ്ഞും ആത്മാവിൻ നദിയിൽ ഞാൻ വന്നിടുന്നേ. എന്റെ അമരക്കാരൻ എന്റെ ഹൃദയമല്ല, എന്റെ അമരക്കാരൻ യേശുവേ അങ്ങയുടെ ആത്മാവാ. അമരക്കാരൻ അങ്ങേ ആത്മാവാണേ. ഞാനോ തുഴയുന്നു വീണും താണും. ഓരോ വീഴ്ചയിലു പുതിയ പാഠങ്ങൾ, ഓരോ താഴ്ചയിലു പുതിയ മാനങ്ങൾ ചൊല്ലിത്തരും അങ്ങേ ആത്മാവാണേ. നമ്മെ നടത്തുന്ന സത്യാത്മാവ്. ഗ്ലോറി, ഇത് ഒഴുക്കിനെതിരെയുള്ള യാത്രയാണ്. ഗ്ലോറി, ഇവിടെ പറയേണ്ടത് ദൈവത്തിന്റെ വചനം, അല്ലാതെ ജനത്തിന്റെ ഹൃദയത്തിലെ ചിന്തകളല്ല ഇവിടെ നാം പറയുവാനായിട്ട് ഇടയാകേണ്ടത്. പകരം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവയുടെ വചനം ദർശിച്ച് കേൾപ്പാൻ തക്കവണ്ണം അവന്റെ ആലോചന സഭയിൽ നിന്നവൻ ആർ? അവന്റെ വചനം ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നവൻ ആർ? ഗ്ലോറി, ഹല്ലേലൂയ. നമ്മൾ യഹോവയുടെ ആലോചന സഭയിൽ നിൽക്കണം. യഹോവയുടെ ആലോചന സഭയിൽ നിന്ന് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു മണ്ണെണ്ണ വിളക്കിലെ തിരി എങ്ങനെ മണ്ണെണ്ണയിൽ മുങ്ങിക്കിടക്കുന്നുവോ ഇതേപോലെ നമ്മൾ കർത്താവിൽ വസിക്കണം. കർത്താവിന്റെ ആലോചന സഭയിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ചിന്തകൾ നമുക്ക് തരും. ഇതാണ് നിങ്ങളൊരു അല്പം മുമ്പ് കേട്ട ഒരു ചിന്ത. ദൈവം പാപിയുടെ അടുക്കലേക്ക് ഇറങ്ങി വരും, പക്ഷെ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പാപിയെ പുറത്താക്കും. ഗ്ലോറി, ഹല്ലേലൂയ. ഇതാണ് നമ്മൾ ഏദൻ തോട്ടത്തിൽ കർത്താവിനെ കാണുന്നത്. ആദവും ഹവ്വയും പാപം ചെയ്തു, പക്ഷെ ദൈവം എന്ത് ചെയ്തു? ഇനി ഞാൻ വരൂല്ലെന്നല്ല പറഞ്ഞേ, അവരടുക്കിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരെ അന്വേഷിക്കുക, ആദമേ നീ എവിടെ? ഗ്ലോറി. പക്ഷേ ആ വന്ന ആദം വന്നത് ഒരു വൃക്ഷത്തിന്റെ മറയും കൊണ്ട്. ഗ്ലോറി, വൃക്ഷത്തിന്റെ മറയും അത്തിയലെല്ലാം കൊണ്ട് അവർ വരുന്നേ, എക്സ്ക്യൂസുകൾ കൊണ്ടാ വരുന്നേ. ഞാനല്ല, അവളാ. ഗ്ലോറി, നീ അങ്ങനെ ചെയ്തോ? യെസ് ഓർ നോ? കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ മതി. പകരം അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാ. ഗ്ലോറി, എക്സ്ക്യൂസ് കൊണ്ട് മറയ്ക്കുന്നു. കുഞ്ഞുങ്ങളെ, ഈ സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല. ദൈവ സാന്നിധ്യം നമ്മൾ പുറത്തു പോകത്തേ ഉള്ളൂ. ദൈവത്തിൻ്റെതായ ആ പ്രീതിയിൽ നിന്ന് പുറത്തു പോകത്തേ ഉള്ളൂ. പകരം കർത്താവോട് പറഞ്ഞ, കർത്താവേ ആ വ്യക്തി ഞാനാ, എന്നോട് ക്ഷമിക്കണമേ. ഞാനാ തെറ്റ് ചെയ്തത്, ഞാനാണ് അങ്ങ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം വിട്ടുപോയത്, എന്നോട് ക്ഷമിക്കണമേ. കർത്താവ് ആ വ്യക്തിയെ സ്വീകരിക്കും. ഗ്ലോറി, ചുങ്കക്കാരൻ അങ്ങറ്റത്ത് മാറെന്ന് വിളിക്കുകയാണ്, ഞാൻ പാപിയായ മനുഷ്യൻ, എനിക്ക് അങ്ങയുടെ മുഖത്ത് പോലും നോക്കാൻ യോഗ്യതയില്ല. ദൈവം എന്താ ചെയ്തു? അവനെ പുറത്താക്കിയോ? അവനെ സ്വീകരിച്ചു. ഇതാ നമ്മുടെ ദൈവം, ഇതാ നമ്മുടെ പിതാവ്. ഗ്ലോറി, ഇതാ ആദം പറഞ്ഞു ഞാനല്ല അവള, ഇതാ ഹവ്വ പറഞ്ഞു ഞാനല്ല സർപ്പ. എന്ത് പറ്റി? മാനസാന്തരപ്പെടാൻ മനസ്സില്ലാതെ എക്സ്ക്യൂസ് പറഞ്ഞതുകൊണ്ട് പാപിയുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന ദൈവം മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്ത പാപിയെ തന്നെ അടുക്കൽ നിന്ന് പുറത്താക്കി. പ്രിയ ദൈവത്തിന് നമുക്കൊരു സന്ദേശമാണ്. ഒരുപക്ഷെ നിങ്ങൾ പറയും ഞങ്ങൾ പോയതല്ല, നിങ്ങളെ പുറത്താക്കിയതാ. ഗ്ലോറി, മനസ്സിലാക്കിക്കൊള്ളുക, ഏത് വിധേനയാണെങ്കിലും
ഈ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ദൈവം പുറത്താക്കും. കാരണം ഇതാണ് നമ്മൾ ഇന്ന് വായിച്ച ആ പർട്ടിക്കുലർ ഭാഗത്തിൽ നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായത്. ഇതാ, ഒരു പ്രാവശ്യം ദൈവം നമ്മളുടെ അടുക്കൽ വന്ന് യഥാർത്ഥ കാര്യം സംസാരിക്കും. എന്നാൽ ആ സത്യത്തെ സ്നേഹിച്ച് അനുസരിക്കാൻ മനസ്സില്ലെങ്കിൽ ദൈവം അടുത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞേ? ബോഷ്ക്ക് വിശ്വസിക്കുമാറ് വേറൊരു സന്ദേശം കിട്ടും. അത് വിശ്വസിക്കുമാറ് ബോഷ്കിന്റെ ആത്മാവിനെ അയക്കും. കാരണം സത്യത്തെ അനുസരിക്കുവാൻ ഒരു അവസരം കൊടുത്തു. എന്നിട്ടും ആ അവസരം സ്വീകരിക്കാതെ ഇരുന്നാൽ ദൈവത്തിന് നിർബന്ധമുണ്ട് അവർക്ക് ന്യായവിധി വരണമെന്ന്. ഇത് അപകടം പിടിച്ച വേട. ഇത് എതിർക്കുന്നത് മനുഷ്യനല്ല, ഇത് എതിർക്കുന്നത് പിശാചല്ല, നമ്മുടെ ശത്രുവായ പിശാചല്ല, നമ്മുടെ ഏക പ്രത്യാശയായ ദൈവം തന്നെ നമ്മളെ എതിർക്കുകയാ. എപ്പോഴാണ് ആ കണ്ടീഷൻ? നമ്മൾ ശ്രദ്ധിച്ചോളണം. ആദ്യം ദൈവം തന്റെ വചനം തരും, സത്യം നമുക്ക് തരും. ആദത്തിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാ ദൈവം. അവൻ അന്വേഷിക്കുക, ആദമേ നീ എവിടെ? എന്തിനാ അന്വേഷിച്ചു വരുന്നേ? നിന്നെ ചേർത്തണയ്ക്കാനാ. പക്ഷെ നിനക്ക് മനസ്സില്ലെങ്കിലോ, നീ എക്സ്ക്യൂസുകൾ പറഞ്ഞ് നീ ഓടുന്ന വ്യക്തിയാണെങ്കിലോ, പിന്നെ അടുത്തത് ഇതാ പിശാചിന്റെ മണ്ഡലത്തേക്ക് തള്ളിക്കളയുക. ബോഷ്ക്ക് വിശ്വസിക്കുമാർ ആ ഒരു തലത്തിലേക്ക് തള്ളുകയാണ്. ഗ്ലോറി. അപ്പൊ പ്രിയ ദൈവത്തിന് നാം ആ കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. ഇതാ 2 തെസ്സലോനിയൻസ് നാം വായിച്ച ഭാഗത്തിന്റെ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതാ അതിന്റെ 9-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ്, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. വഞ്ചിക്കാൻ വേണ്ടി അത്ഭുതങ്ങളും വഞ്ചിക്കാൻ വേണ്ടി അടയാളങ്ങളും. ഗ്ലോറേ. കാരണം എങ്കിലേ ഇവർ ബോഷ്ക്ക് വിശ്വസിക്കുകയുള്ളൂ. ബോഷ്ക്ക് വിശ്വസിക്കുകയുള്ളൂ. അതിന്റെ കാരണം എന്താ? അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ, സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ, സ്നേഹിച്ചാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം, അപകടം മനുഷ്യനല്ല, മനുഷ്യന്റെ ശത്രുവായ പിശാചല്ല, മനുഷ്യന്റെ ഏക പ്രത്യാശിയായ ദൈവം. ദൈവം അവർക്ക് ബോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തിയെ അയക്കുന്നു. ആര്? ദൈവം. ദൈവം അവർക്ക് ബോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തിയെ അയക്കുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോ സഹോദരങ്ങളെ, നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, സത്യത്തെ വിശ്വസിക്കാതെ അനീതി രസിക്കുന്ന ഏവർക്ക് എന്തു വരണമെന്ന് ദൈവവചനം പറയുന്നേ? ന്യായവിധി വരണമെന്ന്. ആർക്കാ നിർബന്ധം? ദൈവത്തിന്. അതുകൊണ്ട് സത്യം നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഉടനെ മാനസാന്തരപ്പെട്ടോളണം. ആദം ചെയ്തതുപോലെ മറ ഉണ്ടാക്കരുത്, വൃക്ഷത്തിന്റെ മറയിൽ ഒളിക്കരുത്, എക്സ്ക്യൂസുകളുടെ മറയിൽ ഒളിക്കരുത്. ഹല്ലേലൂയ. അപ്പോ പ്രിയ ദൈവത്തിന് ഇത് ആദ്യമേ മനസ്സിലാക്കുക. എന്നാൽ ഇതാ സഭ ആന്റി ക്രൈസ്റ്റിനെ അഭിമുഖീകരിക്കണം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് സഭ ആന്റി ക്രൈസ്റ്റിനെ അഭിമുഖീകരിക്കേണ്ട ആവശ്യമുള്ളത്? കുഞ്ഞുങ്ങളെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഒന്നും തിന്മയ്ക്കായി ചെയ്യത്തില്ല, എല്ലാം നന്മയ്ക്കായേ ചെയ്യത്തുള്ളൂ. ഗ്ലോറി. ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതാ, നമ്മളെ ഈ ഭൂമി വാഴുന്ന രാജാക്കന്മാരാക്കി തീർക്കുവാനാണ് ദൈവം ഇത് ചെയ്തിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഈ ഭൂമി വാഴുന്ന രാജാക്കന്മാർ. ഇതിന് നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ത് തുടങ്ങുമ്പോൾ ആരംഭത്തിൽ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ മനസ്സിലാകില്ല. ഇവിടെ ജനത്തിന് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതാ കർത്താവ് എല്ലാ ആരംഭത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് കർത്താവ് ഇതിനെല്ലാം ഒരു ഒറ്റമൂലി നമ്മളോട് പറഞ്ഞു. അമ്മേ, ഒറ്റമൂലി. മുമ്പേ ദൈവത്തിന്റെ രാജ്യം, ശരിക്കും രാജ്യമല്ല രാജ്യത്വമാണ്. രാജ്യത്വം അന്വേഷിക്കുക, അവിടുത്തെ നീതി അന്വേഷിക്കുക. അതോടുകൂടെ നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ എന്താണ് ഒരു മനുഷ്യൻ മുമ്പേ അന്വേഷിക്കേണ്ടത് കർത്താവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജനങ്ങളിൽ നല്ലൊരു പങ്ക് വിശ്വാസികൾ അന്വേഷിക്കുന്നില്ല. ബാലൻസ് സമയമുണ്ടെങ്കിൽ തങ്ങളുടെ വസ്ത്രത്തിന്റെയും ഭക്ഷണത്തിന്റെയും കാര്യങ്ങൾ ഒന്ന് സമൃദ്ധിയായി കിട്ടാൻ വേണ്ടിയാണ് ഈ ദൈവത്തെ അന്വേഷിക്കുന്നത്. ഗ്ലോറി.
കാരണം ഇവർക്ക് അറിഞ്ഞുകൂടാ. ജെറമ്യ 4:22 പറയുന്നു, എന്റെ ജനം ഭോഷന്മാർ, അവർ ബുദ്ധികെട്ട മക്കൾ, അവർക്ക് അപ്പനെ അറിഞ്ഞുകൂടാ, ദോഷം ചെയ്യാൻ സമർത്ഥരാണ്, നന്മ ചെയ്യാൻ അവർക്ക് അറിഞ്ഞും കൂടാ. ഗ്ലോറേ. അപ്പോ ഇങ്ങനെയുള്ള ജനത്തിനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള ജനത്തോട് ഒറ്റയടിക്ക് ഇതാ ആന്റി ക്രൈസ്റ്റിനെ സഭ ഫേസ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊന്നും മനസ്സിലാകത്തില്ല. കാരണം കർത്താവ് വളരെ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു കൊടുത്തു, എന്നിട്ടും മനസ്സിലാകുന്നില്ല. ദൈവം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കർത്താവ് പറയുന്ന ഒരു രംഗമുണ്ട്. ഇതാ, മുമ്പേ ദൈവത്തിന്റെ രാജ്യത്വം അന്വേഷിക്കുക. എന്നാൽ ഇത് പറഞ്ഞ ജനത്തിന് മനസ്സിലാകില്ല. എന്നാൽ ഒരല്പം ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് ആദ്യം മുതലുള്ള കാര്യങ്ങൾ ആസ് എ ഹോൾ ഈ കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ആദ്യം പിന്നീട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ എളുപ്പമാകും. എന്നാൽ ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങളോട് പറയട്ടെ. ഇത് കർത്താവ് യേശു ക്രിസ്തു ഒരു വാക്ക് പറയുവാനായിട്ടിടയായി. ആ വാക്ക് ഇങ്ങനെയാണ്. അതൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ആ വാക്ക് ഇതാ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് ആ വാക്കുള്ളത്. ആ വാക്ക് കർത്താവ് ഇങ്ങനെ പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വസ്ത്രത്തെക്കാൾ ശരീരവും ഭക്ഷണത്തെക്കാൾ ജീവനും ശ്രേഷ്ഠമായതല്ലേ. ഗ്ലോറി. ഇത് ജനത്തിന് ഒന്ന് മനസ്സിലായെങ്കിൽ എത്ര നന്നായിരുന്നു. അതായത് വസ്ത്രത്തെക്കാൾ ശരീരവും ഭക്ഷണത്തെക്കാൾ ജീവനും ശ്രേഷ്ഠമായതാ. എന്താ കർത്താവ് ഇങ്ങനെ പറയുന്നേ? കർത്താവ് കമ്പയർ ചെയ്യുകയാണ് ഇവിടെ. അതായത്, കുഞ്ഞെ, നീ എന്തിനാ അന്വേഷിച്ച് നടക്കണേ? നീ ഭക്ഷണത്തിനും വസ്ത്രത്തിനുമായിട്ട് അന്വേഷിക്കുന്നു. നീ എന്തിനാ പഠിക്കണേ? ഭക്ഷണത്തിനും വസ്ത്രത്തിനുമായിട്ട് നീ പഠിക്കുന്നു. നീ എന്തിനാ ജോലി ചെയ്യുന്നേ? ഭക്ഷണത്തിനും വസ്ത്രത്തിനുമായിട്ട് നീ ജോലി ചെയ്യുന്നു അല്ലേ? നീ വസ്ത്രം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോ ഇടാൻ ഈ ശരീരം ഇല്ലെങ്കിലോ? നീ വസ്ത്രം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴേ ഇടാൻ ഈ ശരീരം ഇല്ലെങ്കിലോ? നീ ജീവൻ നിലനിർത്താൻ വേണ്ടിയേ ആപ്പിളും മുന്തിരിങ്ങയും പൊറോട്ടയും മേടിച്ചുകൊണ്ട് വരുമ്പോഴേ കഴിക്കാൻ ഈ ജീവൻ ഇല്ലെങ്കിലോ? പിടിച്ചം കിട്ടിയില്ല അല്ലെ? പിടുത്തം കിട്ടില്ല. ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുക എല്ലാവരും. കർത്താവ് കമ്പയർ ചെയ്യുകയാണ്. നിന്റെ വസ്ത്രത്തെക്കാൾ വലിയതാണ് ശരീരം, ഭക്ഷണത്തെക്കാൾ വലിയതാണ് നിന്റെ ജീവൻ. ഈ ലോക വിദ്യാഭ്യാസത്തിന് ഒരിക്കലും നിനക്ക് ജീവൻ തരാൻ പറ്റില്ല. ഈ ലോക വിദ്യാഭ്യാസത്തിന് നിനക്ക് കാർ തരാം, വീട് തരാം, പക്ഷെ നിനക്ക് ശരീരം തരാൻ പറ്റില്ല. ഗ്ലോറി. ഈ ലോകത്തിൽ ജീവനും ശരീരവും തരുന്ന ഒരു വിദ്യാഭ്യാസവുമില്ല. യൂണിവേഴ്സിറ്റികളെ നിങ്ങളൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുക. യേശുവിന്റെ വെല്ലുവിളി. ഓക്സ്ഫോർഡോ മഹാത്മാഗാന്ധിജിയോ കാലിക്കറ്റോ ഈ ലോകത്തിലെ ഏത് സർവകലാശാലകളും ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുക. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുവാൻ കഴിയുമോ ജീവനും ശരീരവും? ഇല്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് വിദ്യാഭ്യാസമാണ് നടത്തുന്നത്? മനുഷ്യന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ജീവൻ. കുഞ്ഞുങ്ങളെ, എന്റെയും നിങ്ങളുടെ ജീവൻ പോകാൻ പോവാ. അടുത്ത് തന്നെ എന്റെയും നിങ്ങളുടെ ഈ ലോകത്ത് ജീവിക്കുന്ന സകലരുടെയും ജീവൻ പോകാൻ പോവുക. അവരുപയോഗിക്കുന്ന ശരീരം ദ്രവിച്ചുകൊണ്ടിരിക്കുക. അത് ക്ഷണികമാണ്, അതും പോകാൻ പോവാ. ഇനി മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ, കുഞ്ഞെ, നിന്റെ ജീവൻ പോകാൻ പോകുന്നു, നീ ഉപയോഗിക്കുന്ന ശരീരവും പോകാൻ പോകുന്നു. നിന്റെ ജീവൻ അത് മർത്യമാണ്, നിന്റെ ശരീരം അത് ക്ഷണികമാണ്. ഇതിനെ തുലനം ചെയ്യാൻ ഒരു വിദ്യാഭ്യാസം ഉണ്ടോ? പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇതാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ പരമോന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് മനസ്സിലാകാതെ ജീവനും ശരീരവും തരുന്ന മറ്റൊരു വിദ്യാഭ്യാസമുണ്ട്. അതിനെക്കുറിച്ച് മനസ്സിലാകാതെ ശാപത്തിന്റെ കീഴിൽ പോയ മനുഷ്യൻ, ഭോഷനായ മനുഷ്യൻ ഉണ്ടാക്കി വെച്ച വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കിടന്നുകൊണ്ട്, ജീവനോ ശരീരമോ ലഭ്യമല്ലാത്ത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കിടന്നുകൊണ്ട്, ഇതാ വെറും ഭക്ഷണവും വസ്ത്രവും മാത്രം തരുന്ന ആ വിദ്യാഭ്യാസത്തിൽ കിടന്നുകൊണ്ട് നമ്മൾ നരകിക്കുകയാണ്. എത്ര വിദ്യാഭ്യസിച്ചാലും, എത്ര വലിയ ഡിഗ്രി നേടിയാലും, പ്രിയ കുഞ്ഞെ, എനിക്കും നിങ്ങൾക്കും അതിൽ നിന്ന് ജീവനും ശരീരവും കിട്ടുകയില്ല. ഇതാ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം.
നിന്റെ വസ്ത്രത്തെക്കാൾ വലിയതാണ് നിന്റെ ശരീരം. നിന്റെ ഭക്ഷണത്തെക്കാൾ വലിയതാണ് നിന്റെ ജീവൻ. ഈ ജീവനും ശരീരവും തരാൻ ഈ ലോക വിദ്യാഭ്യാസത്തിന് കഴിയത്തില്ല. അത് ഞാൻ നിനക്ക് തരാം. ഗ്ലോറി. അല്ല എങ്കിൽ നീ സമ്പാദിച്ച് കൂട്ടി വയ്ക്കും. ഇതാ നീ മർത്യനാണ്, നീ ക്ഷണികനാണ്. എന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ നിന്നെ സ്വർഗീയ കുടുംബത്തിൽ എന്നോട് കൂടെ താമസിപ്പിച്ച്, എന്റെ മകനായി എന്നോട് കൂടെ താമസിപ്പിച്ച് ആ സ്വർഗീയ കുടുംബത്തിലെ അംഗമാക്കി നിന്നെ മാറ്റി, ഭൂമിയെ നിന്റെ ഭരണമാക്കി മാറ്റി. ഇതാ നിനക്ക് മരിക്കുന്ന മർത്യനായ നിനക്ക് ഇതാ മരിക്കാത്ത അമർത്യത തന്ന്, ഇതാ ദ്രവിക്കുന്ന ക്ഷണികനായ നിനക്ക് ഇതാ ദ്രവിക്കാത്ത ഒരു ശരീരം തന്ന് നിന്നെ കൊണ്ടുപോകാനാണ് എന്റെ ആഗ്രഹം. അതിന് നീ എന്റെ വിദ്യാഭ്യാസത്തിലേക്ക് ചേരണമെന്നാണ് കർത്താവ് യേശു പറയുന്നതിന്റെ അർത്ഥം. മർത്യനാം എന്നെ അമർത്യനാക്കി, ക്ഷണികനാം എന്നെ നിത്യനാക്കി, സ്വർഗമെന്റെ ഭവനമാക്കി, ഭൂമി എന്റെ ഭരണമാക്കി. മർത്യനാം എന്നെ അമർത്യനാക്കി, ക്ഷണികനാം എന്നെ നിത്യനാക്കി, സ്വർഗമെന്റെ ഭവനമാക്കി, ഭൂമി എന്റെ ഭരണമാക്കി. ഓമനിക്കും അമ്മയേക്കാലോമനിക്കും ദൈവമേ, എൻ ദൈവമേ നിൻ സാന്നിധ്യം സ്വാന്തന് ജീവയാത്രയിൽ. ഗ്ലോറി. ഇവിടത്തെ അമ്മ എന്നെയും നിങ്ങളെയും കണ്ടത് ഗർഭപാത്രത്തിന് പുറത്തു വന്നതിന് ശേഷമാണ്. പക്ഷെ നമ്മളുടെ അമ്മയായ, നമ്മുടെ അമ്മയും അപ്പനുമായ ദൈവം നമ്മളെ കണ്ടത് പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തതാ. ഗ്ലോറി. ഈ അമ്മയെ, ഭൂമിയിലെ അമ്മയുടെ ഓമനത്വത്തെക്കാൾ നന്നായി ഓമനിക്കുന്ന നമ്മുടെ അമ്മയോപ്പനായ സ്വർഗീയ പിതാവ്. ഇത് അനുഭവിച്ചറിഞ്ഞുകൊണ്ടാ ഒരിക്കൽ കർത്താവ് ഈ പാട്ട് എന്നെ കൊണ്ട് പാടിപ്പിച്ചത്. ഓമനിക്കും അമ്മയേക്കാലോമനിക്കും ദൈവമേ, എൻ ദൈവമേ നിൻ സാന്നിധ്യം സ്വാന്തന് ജീവയാത്രയിൽ. അപ്പൊ പ്രിയ ദൈവത്തിന് ഈ പിതാവ് കരുതുന്നത് പോലെ വേറെ ആരും നമുക്ക് വേണ്ടി കരുതുന്നില്ല. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പൊ ആദ്യമേ കുഞ്ഞുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഈ ലോക സമ്പ്രദായം പോകുന്നത് ഇതാ തെറ്റായ ഡയറക്ഷനില്ല. ഇതുകൊണ്ടാ കർത്താവ് പറഞ്ഞ ലോകത്തെയോ ലോകത്തിലുള്ളതിനെയോ നീ സ്നേഹിക്കരുത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇവിടുത്തെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് കർത്താവ് യേശുവിന്റെ വിദ്യാഭ്യാസമാണ്. ഗ്ലോറി. ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ഇതാ പ്രിയ സഹോദരങ്ങളെ, ഇതാ നമ്മുടെ ജീവിതം കർത്താവ് എന്നെ ഒരു റിലേ റേസുമായിട്ട് കമ്പയർ ചെയ്ത് പഠിപ്പിക്കുകയുണ്ടായി. റിലേ റേസ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യമാണല്ലോ നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ സ്കൂളിൽ അവർക്ക് സ്പോർട്സ് ഉണ്ട്, അവിടെ 100 മീറ്റർ റേസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഇതാ അവിടേക്ക് റിലേ റേസ് ഉണ്ട്, അതായത് 4x100 മീറ്റർ റേസ്, അതായത് 4x400 മീറ്റർ റിലേ റേസ്, ഇങ്ങനെ പലതും ഉണ്ട്. ഇപ്പോ ഇത് നമ്മൾ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഗ്ലോറി. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ഇതാ 4x100 മീറ്റർ റിലേ റേസ് അല്ല, പകരം 1 ടൈം ആൻഡ് 1 ടൈംലെസ് റിലേ റേസ്. ഗ്ലോറി. 1 ടൈം. ഗ്ലോറി. ആദ്യത്തെ ഓട്ടം ഇതാ നമ്മൾ ടൈമിൽ ഓടണം. അപ്പൊ തന്നെ രണ്ടാമത്തെ ആൾ ഓടുന്ന ആള് ടൈംലെസ് എറ്റർണിറ്റിയിൽ ഓടണം. ഗ്ലോറി. ഇങ്ങനെ ഒരു രീതിയാണ് നമ്മുടെ ജീവിതത്തിലെ ഇവിടുത്തെ റിലേ റേസ്, അല്ലെങ്കിൽ ജീവിതം ഒരു റിലേ റേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതാ നിങ്ങൾക്ക് ഇതാ പെട്ടെന്ന് ഞാൻ സ്ക്രീനിൽ ഇതാ ഒരു റിലേ റേസ് കാണിച്ചു തരാൻ കഴിയുമോ എന്ന് നോക്കട്ടെ. അത് കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. ഓ ലോർഡ്, ഐ ലവ് യു. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കി കഴിയുമ്പോൾ ആദ്യം നിങ്ങൾ കാണാൻ പോകുന്നത് സ്പ്രിന്റ് എന്ന് പറഞ്ഞാൽ 100 മീറ്റർ ഓടി തീരുകയാണ്. പലരുടെയും ചിന്ത ഇത്രയേ ഉള്ളൂ ലോക ജീവിതം എന്ന്. അങ്ങനെയല്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് എ സ്പ്രിന്റ്. ഒരു 100 മീറ്റർ ഓടി തീരുകയല്ല, പകരം ഇറ്റ്സ് ലൈക്ക് എ റിലേ റേസ്. അതായത് ഒരാൾ ഓടി ചെന്നിട്ട് അടുത്ത തറാകുമ്പോൾ ഈ രണ്ടുപേരും കൂടി ഓടാൻ തുടങ്ങും. ആദ്യത്തെ ഓട്ടക്കാരനും തുടർന്നുള്ള ഓട്ടക്കാരനും ഒരുമിച്ച് ഓടാൻ തുടങ്ങും. അങ്ങനെ ഓടി 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 ഒരു പോയിന്റ് വരുമ്പോൾ ആദ്യത്തെ ആളുടെ കയ്യിലിരിക്കുന്ന ബാറ്റൺ, നമ്മളെ സംബന്ധിച്ച ലൈഫ്, മറ്റേ ആൾക്ക് കൈമാറും. അങ്ങനെ മറ്റേ ആൾ ആ ബാറ്റൺ പിടിച്ച് അദ്ദേഹം ഓടാൻ തുടങ്ങും. അദ്ദേഹം ഓടിത്തീരും. പക്ഷെ നമ്മുടെ ഓട്ടത്തിൽ ആദ്യം ഓടുന്ന ആൾക്ക് ഓടിത്തീരും, അദ്ദേഹം സമയത്തിലാണ് ഓടുന്നത്. രണ്ടാമത് ഓടുന്ന ആൾ ഓടിത്തീരില്ല, അദ്ദേഹം എറ്റേണിറ്റിയിലാണ് ഓടുന്നത്.
ആദ്യം ഓടുന്നത് പഴയ സൃഷ്ടിയാണ്, രണ്ടാമത് ഓടുന്നത് പുതിയ സൃഷ്ടിയാണ്. ഗ്ലോറി. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഇത് റിലേ റേസ് കണ്ടിട്ടില്ലാത്തവര് സ്ക്രീനിൽ ആദ്യം ഒന്ന് കാണുക. ആദ്യം തന്നെ സ്പ്രിന്റ് കാണാം. നിങ്ങൾക്ക് സ്ക്രീനിൽ ആ ഭാഗം കാണാമെന്ന് 100 മീറ്റർ സ്പ്രിന്റ് ആണ്. നിങ്ങൾ അത് കാണുക, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സാധാരണ ആളിൽ ചിന്തിക്കുന്നത് ഇതാണ് ജീവിതം എന്നാ. ഇതല്ല, ഇതാ ഇനി 4x100 മീറ്റർ റിലേ. ഇതിൽ 4 പേര് ഓടുന്നുണ്ട്. USA 4, Jamaica 5, Great Britain 7. അടുത്താക്ക് കൈമാറുന്നു. ഈ ഓട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒളിമ്പിക്സ് ആണ്. ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടെ കാണാൻ പറ്റും. ഓടാൻ ആരംഭിക്കുകയാണ്. The Jamaicans coming through now. It's a brilliant band for Great Britain. The Jamaicans have some work to do. So do the Americans. Britain, Jamaica, and the United States. And look at this. For Mitchell Blair, it's Great Britain. Great Britain. Yes. I can't believe it. ഇനി നമുക്കിവിടെ കാണുന്നത് ഒരു ചേഞ്ച് ഓവറാണ്. നിങ്ങൾ പെട്ടെന്ന് കണ്ടതുകൊണ്ട് നിങ്ങൾ മനസ്സിലായില്ല ഈ ചേഞ്ച് ഓവർ. ശ്രദ്ധിച്ചേ, ഇവിടെ ചേഞ്ച് ഓവർ കാണാം. കണ്ടോ ഒരു ചേഞ്ച് ഓവർ? ഇതാ 2 നീല ഷർട്ട് ഇട്ടിരിക്കുന്നവരെ കാണാം ഒരുമിച്ച്. നിങ്ങൾക്ക് 2 നീല ഷർട്ട് ഇട്ടിരിക്കുന്നവരെ നിങ്ങൾക്ക് ഒരുമിച്ച് കാണാം. ഇതാ 2 കറുത്ത ഷർട്ട് ഇട്ടിരിക്കുന്നവർ ഒരുമിച്ച് കാണാം. ഇവർ 2 പേര് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി. ഓരോ ടീമിൽ 2 പേർ. പക്ഷെ പുറയിലിരിക്കുന്ന ആളുടെ കയ്യിലാണ് ബാറ്റൺ ഉള്ളത്, മുമ്പിലിരിക്കുന്ന ആളുടെ കയ്യിലല്ല. മുമ്പിലിരിക്കുന്ന ആളുടെ കയ്യിലേക്ക് ബാറ്റൺ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതേപോലെയാണ് ഇവിടെ 4 പേര് ഓടിയെങ്കിൽ നമ്മൾ 2 പേരാണ് ഓടുന്നത്. ഒന്ന് പഴയ സൃഷ്ടിയും മറ്റൊന്ന് പുതിയ സൃഷ്ടിയും. ഗ്ലോറി. ഇതാ പഴയ സൃഷ്ടി ഓടാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിൽ പഴയ സൃഷ്ടി ഓടാൻ തുടങ്ങി. ആ പഴയ സൃഷ്ടി ഓടാൻ തുടങ്ങി. ഇതാ എന്നാണോ വീണ്ടും ജനിച്ചത് അപ്പോൾ ഇതാ പുതിയ സൃഷ്ടി ഓടാൻ തുടങ്ങി. ഗ്ലോറി. ഇനി എന്ത് ചെയ്യണോ? ഈ ലൈഫ് നഷ്ടപ്പെട്ടത് പഴയ സൃഷ്ടിക്കാണ്. അവന്റെ ലൈഫാണ് നഷ്ടപ്പെടാൻ പോയിട്ട് ജഡ്ജ്മെന്റ് നടന്നിരിക്കുന്നത്. നീ മരിക്കണം. ഇതാ ആ ജീവൻ ഇതാ കർത്താവ് യേശു തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ആരുടെ കയ്യിലാണ് ഇരിക്കണേ? പഴയ സൃഷ്ടിയുടെ കയ്യിലെ സംഭവമുണ്ട്. ഈ പഴയ സൃഷ്ടി പുതിയ സൃഷ്ടിക്ക് കൊടുക്കാൻ തയ്യാറാകണം. ഗ്ലോറി. ഇതിന്റെ പേരാണ് ഇതാ, അതായത് ഇത് ബാറ്റൺ മാറുന്നു. ഒരു ചേഞ്ച് ഓവർ സംഭവിക്കണം അവിടെ. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കുഞ്ഞെ പഴയ സൃഷ്ടി ഓടുന്നത് എന്തിനു വേണ്ടിയാ? പഴയ സൃഷ്ടി ഓടുന്നത് ലോകം നേടാനാ. പുതിയ സൃഷ്ടി ഓടുന്നത് എന്തിനു വേണ്ടി ആയിരിക്കണം? ഇതാ പുതിയ സൃഷ്ടി ഓടേണ്ടത് ജീവൻ നേടാൻ വേണ്ടിയാണ് അവൻ ഓടേണ്ടത്. അവൻ കിങ്ഡം നേടാൻ വേണ്ടിയാണ് അവൻ ഓടേണ്ടത്. ആ കിങ്ഡം നേടാൻ വേണ്ടി അവൻ ഓടുമ്പോ ഇതാ ആ കിങ്ഡത്തിലേക്ക് ഈ ജീവനെ അവൻ നേടുവാൻ ഇടയാകണം. ഇതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, കുഞ്ഞെ നീ ലോകം മുഴുവൻ നീ നേടിയിട്ട് നിന്റെ ജീവനെ നിനക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്ക് എന്താ പ്രയോജനമുള്ളേ? നിനക്ക് എന്താണ് ഇവിടെ പ്രയോജനമുള്ളത്? നിന്റെ ജീവനെ നിനക്ക് നേടുവാൻ കഴിഞ്ഞില്ല എങ്കിൽ. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് പ്രിയ സഹോദരങ്ങൾ, ഇതാ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാം. ഇതാ നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ 1 into time and 1 into timeless relay race. ഗ്ലോറി. 1 into time എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ സൃഷ്ടി ഓടുന്ന സമയത്തിലാണ്. 60 70 ഏറിയാൽ 80 അതോടെ ഓട്ടം തീരും. ഗ്ലോറി. എന്നാൽ വീണ്ടും ജനിച്ച നാൾ മുതൽ ഇതാ നമ്മൾ ബാറ്റൺ ജീവൻ കൈമാറിക്കൊള്ളണം. പഴയ സൃഷ്ടിയിൽ നിന്ന് പുതിയ സൃഷ്ടിയിലേക്ക് ജീവൻ കൈമാറിക്കൊള്ളണം. എന്നാൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ വളരെ റയറായിട്ടാണ് നടക്കുന്നത്. പകരം ഇതാ എന്താണോ ലോകം കൊടുക്കുന്നത്, അന്നവസ്ത്രാദി നന്മകൾ, ഇത് തന്നെയാണ് ഇന്നും സഭയുടെ ആഗ്രഹം. ഗ്ലോറി. ഹല്ലേലൂയ. എന്നാൽ കുഞ്ഞുങ്ങൾ ഇതൊന്നും വേണ്ട എന്നല്ല, പ്രധാനപ്പെട്ടത് നാം നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇതാ നമ്മൾ ഇതാ മണ്ണ് നേടുന്നത്. മണ്ണെ പ്രതി മാണിക്യം വെടിയത്തില്ലെന്ന് പാടുമ്പോൾ തന്നെ ഇതാ മണ്ണെ പ്രതി മാണിക്യം വെടിയുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഇതിന് ബാലൻസ് കൊടുക്കുവാൻ ഇടയാകണം. എങ്ങനെ? മുമ്പേ ദൈവത്തിന്റെ രാജ്യത്വം, മുമ്പേ ദൈവത്തിന്റെ രാജ്യത്വം നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഇതാ 1 into time and 1 into timeless relay. ഇതായിരിക്കണം. ഇതാ റിലേ എന്ന് പറഞ്ഞാൽ പാസ് ഓൺ. നമ്മുടെ ജീവിതം, നമ്മുടെ ജീവൻ പാസ് ചെയ്യണം. ഇതാ സോളിൽ നിന്ന് സ്പിരിറ്റിലേക്ക് നാം അത് പാസ് ചെയ്യുവാനായിട്ട് ഇടയാകണം. ഇനി നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്, ഓ ലോർഡ് ഐ ലവ് യു, ഇതുമായി ബന്ധത്തില് ശ്രദ്ധിച്ചേ. ഇതാ ഇതിന് 3 സ്റ്റേജുകളുണ്ട്. ആദ്യം തന്നെ ഇതാ ആദ്യത്തെ ഓട്ടക്കാരൻ ഓടുന്നു, ഫസ്റ്റ് റണ്ണർ. തുടർന്ന് ഇതാ രണ്ടാമത്തതിലെ ഇതാ
ഫസ്റ്റ് റണ്ണർ ആൻഡ് സെക്കൻഡ് റണ്ണർ ടുഗദർ, രണ്ടുപേരും കൂടി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതാ മൂന്നാമത്തതില് ഇതാ ഫസ്റ്റ് റണ്ണർ ഓട്ടം നിർത്തിയിട്ട് ഇതാ സെക്കൻഡ് റണ്ണർ മാത്രം ഓടുന്നു. ഇതേപോലെയാണ് നമ്മൾ. ആദ്യം പഴയ സൃഷ്ടി ഓടുകയാണ്. ശ്രദ്ധിച്ചാട്ടെ, ഇതാ ആദ്യം പഴയ സൃഷ്ടി ഓടുന്നു. ഒരു കുഞ്ഞായിട്ട് ഇവിടെ ജനിച്ചു, പഴയ സൃഷ്ടി ജീവനൊന്നും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇതിന് എന്തിനായിട്ട് വിധിച്ചിരിക്കുന്നു? നീ മരിക്കണം. നന്മ തിന്മകളെ കുറിച്ച് അറിഞ്ഞ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചതുകൊണ്ട് നീ മരിക്കണം. അതിനുവേണ്ടി നിർണയിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോഴാണ് കർത്താവിന്റെ സുവിശേഷം ഞാൻ നിങ്ങളെ പുതിയ സൃഷ്ടികളാക്കിയിരിക്കുന്നത് കാൽവരി ക്രൂശിൽ. ഇതാ തുടർന്ന് ഇതാ പുതിയ സൃഷ്ടിയുമായി ചേർന്ന് ഓടുകയാണ്. വീണ്ടും ജനിച്ചവൻ ഇതാ നമ്മൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും ജനിച്ചപ്പോ ഇതാ അകത്തൊരു പുതിയ സൃഷ്ടി കൂടി വന്നു. ഇതാ ഒരുമിച്ച് ഓടുകയാണ്. അങ്ങനെ ഇതാ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും ചേർന്ന് ഓടുകയാണ്. ഇതുകൊണ്ടാണ് നമുക്ക് ഇരട്ട പൗരത്വം ഉള്ളത്. എന്നാൽ പഴയ മനുഷ്യന്റെ പൗരത്വം ഇപ്പൊ തീരാൻ പോവുകയാണ്, ഈ ഭൂമിയിൽ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ ബാറ്റൺ കൈമാറണം. ബാറ്റൺ ജീവൻ കൈമാറണം. ഇതിന്റെ പേരാണ് ജീവനെ നേടുക എന്നുള്ളത്. തുടർന്ന് ഇതാ നമുക്ക് രണ്ട് ലൈഫ് ഇന്നുണ്ട്. ഒന്ന് ഡൈയിങ് ലൈഫ് ആൻഡ് അനദർ ഡെത്ത്ലെസ് ലൈഫ്. പഴയ മനുഷ്യന്റെ ജീവിതം അത് മരിക്കുന്ന ജീവിതമാ, എന്നാൽ പുതിയവന്റെ ജീവിതം മരിക്കാത്ത ജീവിതമാ. ഈ ഓട്ടത്തിൽ നാം വീണ്ടും ഓടുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, അടുത്തത് ഇതാ പഴയ മനുഷ്യൻ മരിച്ചൊരു ശവപ്പെട്ടിയിൽ പൂട്ടും. ഗ്ലോറി, ഇതാ ആദ്യത്തെ ഓട്ടക്കാരൻ ഓട്ടം നിർത്തിയതുപോലെ ഇതാ നമ്മളൊരു ശവപ്പെട്ടിയിൽ പൂട്ടപ്പെടും നമ്മുടെ ശരീരം. സോള് മരിക്കാൻ വിട്ടുകൊടുക്കാതെ ആ ജീവനെ നമ്മൾ എങ്ങോട്ട് മാറ്റി? പുതിയതിലേക്ക് മാറ്റി കഴിഞ്ഞു. പഴയതിനെ വിട്ടുകൊടുക്കുകയാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്, ഇതാ പല്ലി അവൻ വളരെ ബുദ്ധിയുള്ളതാണ്, അവൻ രാജകൊട്ടാരത്തിൽ വസിക്കുന്നു. ഒരു വിഷയമുണ്ടാകുമ്പോൾ പല്ലി എന്താണ് ചെയ്യുന്നത്? പല്ലി എന്ത് ചെയ്യോ? ഇതാ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇതാ ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിന് പോയപ്പോ എന്റെ മകനും അവിടെ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചപ്പം ബാലൻസ് ഉണ്ടായിരുന്നു. അത് ഇതാ ആ വേസ്റ്റ് ബാഗിലേക്ക് ഇട്ടപ്പോൾ അതിന് ഓട്ടോ ക്ലോസ് ഉണ്ട്. ആ ഓട്ടോ ക്ലോസ് അടയണ സമയത്ത് ഒരു പല്ലിക്കൂട്ടം ചാടി അതിന്റെ ഇടയിൽ കയറി അവൻ രണ്ടിന്റെ ഇടയിൽ പെട്ടുപോയി. പക്ഷെ പല്ലിക്ക് അപാര ബുദ്ധിയാണ്. പല്ലി എന്ത് ചെയ്യുന്നറിയാമോ? ആ വാല് കട്ട് ചെയ്തിട്ട് അത് ജീവനും കൊണ്ട് ഓടി. ഗ്ലോറി, വാല് കട്ട് ചെയ്തിട്ട് അത് ജീവനും കൊണ്ടുപോയി. ഇതാണ് പല്ലിയെ കണ്ട് പഠിക്കേ. നമ്മുടെ പഴയ മനുഷ്യർ ഇതാ അതിനെ വിട്ടുകളാ. പഴയ മനുഷ്യനെ വിട്ടിട്ട് പുതിയ മനുഷ്യനിലേക്ക് ജീവൻ ട്രാൻസ്ഫർ ചെയ്ത് വിട്ടു സ്വർഗരാജ്യത്തിലേക്ക് പോകും. ഗ്ലോറി ടു ഗോഡ്. ഈ ബുദ്ധിയെ പഠിക്കാനിടയാകെ. തുടർന്ന് ഇതാ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും ഓടുമ്പോ ഇതാ ബാറ്റൺ കൈമാറിയ പഴയ മനുഷ്യൻ ഇതാ ശവപ്പെട്ടിയിൽ അവന്റെ ശരീരം ഒടുങ്ങുമ്പോ ഇതാ പുതിയവൻ അവൻ സ്വർഗരാജ്യം അവകാശമാക്കുകയാ. അവന്റെ ഓട്ടം അവസാനിക്കുന്നില്ല, അവൻ നിത്യമാണ്, നിത്യമാണ്. നീ അല്പത്തിൽ വിശ്വസ്തനായാൽ നിന്നെ അധികത്തിന് വിചാരകനാക്കും. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് നമുക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം ടൈമിലാണ്. എന്നാൽ അതെല്ലാം നിത്യതയിലേക്ക് മാറ്റിക്കൊള്ളുക, അതെല്ലാം പുതിയ സൃഷ്ടിയിലേക്ക് മാറ്റിക്കൊള്ളുക. അപ്പോ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ സന്ദേശം ആദ്യം കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആദ്യം നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. അവർക്ക് ഓട്ട മത്സരത്തെ കുറിച്ച് അറിയാം, അവർക്ക് റിലേ റേസിനെ കുറിച്ച് അറിയാം. അപ്പോൾ അവരിനെ എതിർക്കത്തില്ല. ഇനി ശ്രദ്ധിച്ചേ, ഇവരുടെ വിഷൻ നമുക്ക് ശ്രദ്ധിക്കാം. വിഷൻ ഓഫ് ഓൾഡ് മാൻ ആൻഡ് ന്യൂ മാൻ. പഴയ മനുഷ്യന്റെ വിഷൻ എന്താ? ലോകം നേടുക. ഭൂഗോളം ഇവിടെ കാണാം. അവന്റെ വിഷൻ ലോകം നേടുക. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, പഴയ മനുഷ്യൻ നീ സർവ്വലോകവും നേടിയിട്ടും ഗ്ലോറി ഇതാ നിന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്നാ പ്രയോജനം? എന്നാൽ പുതിയ മനുഷ്യന്റെ വിഷൻ എന്തായിരിക്കണമെന്ന് അറിയാമോ? ഇതാ പുതിയ മനുഷ്യന്റെ വിഷൻ എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞു, ഫസ്റ്റ് സീക്ക് ദ കിങ്ഡം ഓഫ് ഗാഡ്. ആദ്യം ദൈവത്തിന്റെ രാജത്വം അന്വേഷിക്കുക. അങ്ങനെ ദൈവത്തിന്റെ രാജത്വത്തിന്റെ കീഴിലേക്ക് നീ നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ കുഞ്ഞേ? നീ അന്വേഷിക്കുന്ന ലോകവും നിനക്ക് ചേർന്ന് വരും. ഗ്ലോറി, ഇത് ആ രാജത്വത്തിന്റെ കീഴിലാണ്, പുതിയ മനുഷ്യന്റെ കീഴിലാണ് ഭൂമി. നീ ഭൂമിയുടെ ഭരണാധികാരിയായി തീരും. ഇന്ന് നീ ഭൂമിയെ അന്വേഷിക്കേണ്ട, ഇന്ന് നീ ദൈവത്തിന്റെ രാജത്വത്തെ അന്വേഷിക്കുക. നാളെ നീ ഭൂമിയായി തീരും. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, സൗമ്യതയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ഭൂമിയെ അവകാശമാക്കുക. ഞാൻ ജയിച്ച് എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുത്താം. അവർ രാഷ്ട്രങ്ങളെ വാഴും. അതുകൊണ്ട് ഇന്ന് ലോകം അന്വേഷിക്കേണ്ട, ഇന്ന് ദൈവത്തിന്റെ രാജത്വം അന്വേഷിക്കുക. ദൈവത്തിന്റെ അധികാരത്തിന് കീഴ്പ്പെടുന്നതിനെ കുറിച്ച് അന്വേഷിക്കുക. ഭൂമി നിന്റെ കാൽ കീഴിലേക്ക് കർത്താവ് തരും. ഗ്ലോറി, ഹല്ലേലൂയ. ഈ സന്ദേശം തുടർന്നും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് റെഡിയാകും. ഗ്ലോറി, അതുകൊണ്ട് തളരേണ്ട കുഞ്ഞെ, തകരേണ്ട. നാഥൻ നിന്റെ കൂടെ ഉണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. ആന്റി ക്രൈസ്റ്റിന് നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പകരം അവൻ എന്തെങ്കിലും ചെയ്താൽ അത് നിനക്ക് നന്മയായി തീരും. ഗ്ലോറി, നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. Thank you, Daddy. Thank you.
ഓ ലോർഡ്, ഐ ലവ് യു. അങ്ങയുടെ സ്വരമായി തീരുവാൻ സ്വർഗീയ പിതാവെ അങ്ങ് ഉപയോഗിച്ചതിനായി നന്ദി. സ്വർഗീയ പിതാവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ കുഞ്ഞുങ്ങളെ, ഈ ഹോളിലുള്ള, ഈ ശബ്ദപരിധിയിലുള്ള, ലോകമെമ്പാടും അങ്ങേ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഈ നാളുകളിൽ ലോകം ഞങ്ങളെ പഠിപ്പിച്ചത് വസ്ത്രവും ഭക്ഷണവും നേടുവാനുള്ള വിദ്യാഭ്യാസത്തിലാണ്. പക്ഷേ ഭക്ഷണം കൊണ്ട് വരുമ്പോൾ അത് കഴിക്കാൻ ജീവനില്ല എങ്കിൽ, വസ്ത്രം കൊണ്ട് വരുമ്പോൾ അത് എടുക്കാൻ ശരീരമില്ല എങ്കിൽ എന്ത് പ്രയോജനമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. ലോകത്തിന്റെ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും മാത്രം തരുവാൻ ഒതുങ്ങുമ്പോൾ, അങ്ങയുടെ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് ജീവനും ശരീരവും നൽകുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്കായി ഒരു സ്വർഗീയ ശരീരം ഒരുക്കിയിരിക്കുന്നല്ലോ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. അപ്പാ, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാനും അത് സമൃദ്ധിയായി തരുവാനുമാണ്. സ്വർഗീയ പിതാവേ, തന്ന വചനത്തിനായി നന്ദി. ഞങ്ങളുടെ ജീവിതം ഒരു റിലേ റേസുമായി കമ്പയർ ചെയ്തതിനായി നന്ദി. 1 into time and 1 into timeless. സ്വർഗീയ പിതാവേ, സമയത്തിൽ ഓടി നിത്യതയിലേക്ക് പ്രവേശിച്ച് നിത്യമായി അങ്ങയോടുകൂടെ തുടരുവാൻ അങ്ങ് ഞങ്ങളെ ക്ഷണിച്ചതിനായി നന്ദി. അങ്ങ് ഞങ്ങൾക്ക് തന്ന ഉത്ബോധത്തിനായി നന്ദി കർത്താവേ. ആ പല്ലിയെ കണ്ടുപഠിക്കുവാൻ തിരുവചനത്തിൽ അങ്ങ് പല്ലിയെ ഉൾപ്പെടുത്തിയല്ലോ. നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. പ്രിയ നല്ല പിതാവേ, ആ പല്ലി പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെയും കൊണ്ടുപോയതുപോലെ ഞങ്ങൾ പിൻപിലുള്ള ലോകത്തെ മറന്ന് മുൻപിലുള്ള ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ബുദ്ധി തരണമേ കർത്താവേ. പ്രിയ പിതാവേ, സത്യവചനം കേട്ടിട്ട് കർത്താവേ അതിന് കീഴ്പ്പെടാതെ കർത്താവേ ഓടിയാൽ എന്ത് ശിക്ഷ വരുമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു. അവർ മറ്റൊന്നിൽ വിശ്വസിക്കും, അത് ബോഷ്കായിരിക്കും, അതവരെ നാശത്തിലേക്ക് കൊണ്ടുപോകും, ന്യായവിധി വരും. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്കാർക്കും അത് വരുവാൻ അനുവദിക്കരുത്. ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അങ്ങയുടെ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തി പോലും കള്ളപ്രവാചകന്മാരുടെ കയ്യിൽ അകപ്പെടാതെ സ്വർഗീയ പിതാവേ, അവരെല്ലാവരും അങ്ങയുടെ പാതയിൽ ജീവിക്കുവാൻ അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ഈ ഹോളിലായിരിക്കുന്ന അങ്ങയുടെ ഓമന കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരൊരു അനുഗ്രഹമായിരിക്കട്ടെ. ഈ അനുഗ്രഹം ഇവരെയും ലോകത്തുള്ള സകലരെയും ദൈവരാജ്യത്ത് എത്തിക്കുവാനിടയാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ.